കാവ്യവൽക്കരണം അതുതന്നെയാണ് ചോദ്യം. ഭരണമാറ്റത്തിന് പിന്നാലെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഏതായാലും ഗവർണർ പിടിമുറുക്കുകയാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളോ കൂടിയാലോചനകളോ കൂടാതെ നിലവിലെ ചാൻസലർ ഇടപെടലുകൾ നടത്തുന്നു. ഗവർണർ ഇടപെടലുകൾ നടത്തുന്നു. MG സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം സർക്കാരിൽ നിന്ന് പാനൽ വാങ്ങാതെ സ്വന്തം നിലയ്ക്ക് ഗവർണർ നടത്തി. ഇതിന് പിന്നാലെയാണ് സെനറ്റ് പ്രതിനിധികളുടെ നാമനിർദ്ദേശത്തിലും VCയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടില്ല എന്നുള്ള വിവരം വരുന്നത്. MGക്ക് പുറമെ കേരള, സാങ്കേതിക, കണ്ണൂർ, കാലിക്കറ്റ് സർവകലാശാലകളിലും ഗവർണർക്ക് താൽപര്യമുള്ള വൈസ് ചാൻസലർമാരാണ് നിലവിൽ ചുമതലയിലിരിക്കുന്നത്. ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗോപാൽ, സർവകലാശാലകളിൽ അങ്ങനെ പൂർണ്ണമായും പിടിമുറുക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ. ഒരു കാവ്യവൽക്കരണം എന്ന SFI ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതല്ലേ? UDF സർക്കാരുമായി ഒരു കൂടിയാലോചനകളും നടത്തുന്നില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? അതെ വിനീത, ഈ ഘട്ടത്തിൽ ഗവർണർ ചാൻസലർ എന്ന തന്റെ അധികാരം പൂർണ്ണമായും സർവകലാശാലകളിൽ ഉപയോഗിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതും പ്രത്യേകിച്ച് ഭരണമാറ്റം വന്ന സർക്കാരും മുന്നണിയും മന്ത്രിയുമൊക്കെ മാറിയ പശ്ചാത്തലത്തിൽ പൂർണ്ണ ഒരു വിഹാരം അല്ലെങ്കിൽ ഗവർണറുടെ പൂർണ്ണ അധികാര പ്രയോഗത്തിലേക്ക് സർവകലാശാലകളിൽ കളം തെളിയുന്നു എന്ന സൂചനയാണ് MG സർവകലാശാലയിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് തരുന്നത്. അതിൽ ആദ്യ സംഭവം ഉണ്ടായത് MG സർവകലാശാലയിൽ വൈസ് ചാൻസലറായി തമിഴ്നാട് സ്വദേശിയും BJP പശ്ചാത്തലവുമുള്ള ഡോക്ടർ D. മാവൂത്തിനെ നിയമിച്ചപ്പോഴാണ്. സർവകലാശാലയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രവൃത്തി പരിചയമുള്ള, വലിയ യോഗ്യതകളുള്ള, കൃത്യമായി തന്നെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ശേഷിയുള്ളവർ ഉണ്ടായിരിക്കെയാണ് സർക്കാരിൽ നിന്നൊരു പാനൽ പോലും ചോദിക്കാതെ, ഒരു തരത്തിലേക്കുള്ള ചർച്ചകളും നടത്താതെ ഗവർണർ സ്വന്തം നിലയ്ക്ക് D. മാവൂത്തിനെ നിയമിച്ചത്. അന്ന് SFI അടക്കമുള്ള സംഘടനകൾ ചെറിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വിമർശനം കടുത്തത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലോക് ഭവൻ വിജ്ഞാപനത്തിലാണ്. 30 അംഗങ്ങളുടെ സെനറ്റിലേക്കുള്ള 30 അംഗങ്ങളുടെ നാമനിർദ്ദേശ പട്ടിക ഗവർണർ പുറത്തിറക്കിയപ്പോൾ അതിൽ 19 പേരും കൃത്യമായ BJP, സംഘപരിവാർ, RSS രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരായിരുന്നു. 11 പേർ വകുപ്പ് മേധാവികളും ഡീനുമായപ്പോൾ 2021 BJPയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന പ്രമീള ദേവി മുതൽ MG സർവകലാശാലയുടെ ABVP പ്രവർത്തകയായിട്ടുള്ള മേഘ വരെ വിവിധ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച 19 അംഗങ്ങൾ. അതിൽ അധ്യാപക പ്രതിനിധികളുണ്ട്, അഭിഭാഷക പ്രതിനിധികളുണ്ട്, മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവരുണ്ട്, എഴുത്തുകാരിൽ പ്രാവീണ്യം തെളിയിച്ചവരുണ്ട്, കലാപ്രതിനിധികളുണ്ട്, കായിക പ്രതിഭകളുണ്ട്. ഇതെല്ലാവരും തന്നെ സംഘപരിവാർ, BJP രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരായി മാറുന്നു. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ UDFന്റെ ഭാഗത്തു നിന്നും ഒരു മൗനം പാലിക്കപ്പെടുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് വന്നത്. അതാണ് ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? ഈ സർവകലാശാലകളുടെ ഇടപെടലുകളെ ചൊല്ലി ഗവർണറോട് നേരിട്ട് ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഗവർണറെ വിയോജിപ്പുകൾ അറിയിക്കുമെന്നും എന്നാൽ അത് ഏറ്റുമുട്ടലാകില്ലെന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ തന്നെ പ്രതികരിച്ചത്. നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം അദ്ദേഹം ഉപയോഗിച്ചെന്ന വിശദീകരണമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നുവെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഹരിമോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഹരി, അല്പം മുൻപാണ് മുൻമന്ത്രി ഇപ്പോൾ ബേപ്പൂർ MLA ആയ PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. സംഘപരിവാർ അനുകൂലികളെ കുത്തിനിറച്ച ഗവർണറുടെ നടപടിക്കെതിരെയുള്ള UDFന്റെ മൗനാനുവാദം അപകടകരമാണ്. അതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം. പക്ഷേ ഒരു മൃദു സമീപനം മതി ഗവർണറോട് അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളോട് എന്നതാണോ UDFന്റെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാട്? ഹരിമോഹൻ. വിനീത, തീർച്ചയായിട്ടും ഒരു മൃദു സമീപനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ മറുപടികളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത്. കാരണം മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ചില നിയമനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും ഗവർണറും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. ആ ഏറ്റുമുട്ടലുകളെ ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ വിശേഷിപ്പിച്ചത് ചക്കളത്തിപ്പോര് എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള UDF ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൃദു സമീപനം, വിനീത സൂചിപ്പിച്ചതുപോലെ ഒരു മൃദു സമീപനം അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്നുള്ള നിലപാട് അത് സ്വീകരിക്കുന്നതാണ് വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. അതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നതും. അതായത് ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് അതിൽ സർക്കാർ പാനൽ സമർപ്പിക്കുന്നതിന് വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് പാനൽ സമർപ്പിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷം ചോദിച്ചത്. അപ്പോൾ പാനൽ സമർപ്പിക്കുന്നതിന് സമയം കിട്ടിയിട്ടില്ല. മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള നിയമനങ്ങളിൽ നടത്തിക്കഴിഞ്ഞാൽ അതിനോട് പൂർണ്ണമായിട്ടും വിയോജിപ്പുണ്ട്. അത്
അതിപ്പോൾ ആര് നടത്തുന്ന നിയമനമാണെങ്കിലും അതിനോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ പറയും, പക്ഷേ അതൊരു ഏറ്റുമുട്ടലാവില്ല. ഗവർണറുമായിട്ടാണെങ്കിലും അതൊരു ഏറ്റുമുട്ടലാവില്ല എന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതായത് മുൻകാലങ്ങളിൽ ഗവർണർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായ ഘട്ടങ്ങളുണ്ട്, നമ്മൾ കണ്ടതാണ്. എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് അതൊരു പരസ്യ പോരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. അന്ന് അതിനെ വിമർശിച്ചവരാണ് UDF. പക്ഷേ ഇന്നിപ്പോൾ അധികാരത്തിലേറിയപ്പോൾ ആദ്യ ഇടപെടൽ ഗവർണറുടെ ഭാഗത്തുനിന്ന് വരുന്നതിനെ ഇങ്ങനെ നേരിടാൻ വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നതെങ്കിൽ അത് പ്രതിപക്ഷം ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെയുള്ള പ്രതികരണങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിൽ തന്നെയാണ് UDF സർക്കാരിനുള്ള മുന്നോട്ട് പോക്ക് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഗവർണർ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള നിരന്തര ഇടപെടലുകൾ നടത്തുന്നുമുണ്ട്. അപ്പോൾ ഗവർണറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് എന്നുള്ള ഒരു വശം കൂടി അതിൽ UDF പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം വിജയകരമാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് വരും ദിവസങ്ങളിൽ. വിനീത, ശരി, തീർച്ചയായും മുൻ സർക്കാരിന്റെ കാലത്തും ഇടതു സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ നിയമനങ്ങൾ നടന്നിട്ടില്ലേ സെനറ്റിലേക്ക് ഉൾപ്പെടെ എന്ന ചോദ്യമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉയർത്തുന്നത്. പക്ഷേ തീർച്ചയായും ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ മന്ത്രിക്കും UDF സർക്കാരിനും നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അത് ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയ്ക്ക് പോയില്ലെങ്കിൽ പോലും ശക്തമായ ഒരു നിലപാട് എടുക്കേണ്ടി വരുമെന്നതാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിലും മന്ത്രി പറഞ്ഞത്. UDF നയങ്ങളിൽ മാറ്റമില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ കാവ്യവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നീക്കങ്ങൾ ഉണ്ടായാൽ അതിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഹരിമോഹൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും